എന്നാൽ കഴിഞ്ഞ ദിവസം പതിവിന് വിപരീതമായി ജോൺ ബ്രിട്ടാസ് അതിശക്തമായ ഭാഷയിൽ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചു. അങ്കക്കലി കൊണ്ടുപോയി. ജോൺ ബ്രിട്ടാസിന്റെ ലക്ഷ്യം കൃത്യമായിരുന്നു. ജോൺ ബ്രിട്ടാസ് ലക്ഷ്യം വെച്ചത് ഇവിടുത്തെ സാധാരണ സഖാക്കളെയാണ്. ജോൺ ബ്രിട്ടാസ് ഒരുപാട് വളർന്നെങ്കിലും പാർട്ടി മേഖലകളിൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മുന്നേറിയെങ്കിലും സാധാരണ പാർട്ടി പ്രവർത്തകരുമായി ജോൺ ബ്രിട്ടാസിന്റെ ബന്ധം കുറവാണ്. എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ജോൺ ബ്രിട്ടാസ് പിൻവാതിലിലൂടെ ഉയർന്ന പദവിയിലെത്തിയെന്ന് പരാതിയുണ്ട്. അതിനെ മറികടക്കാൻ സൈബർ സഖാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് ഈ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അതെ, ഗ്രാമത്തിലുള്ള തലനിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. അതിനുവേണ്ടി മാത്രം കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഭാഷയിൽ മലയാളത്തിൽ ആഞ്ഞു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് സഖാക്കൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് ഒരാൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട ദിനേശ, അതിമോഹമാണ് അതിമോഹം. ജോൺ ബ്രിട്ടാസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഖാക്കൾ ഏറ്റെടുത്തു. ഒരു സുപ്രഭാതത്തിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കളുടെ ഇഷ്ടതാരമായി ജോൺ ബ്രിട്ടാസ്. സുരേഷ് ഗോപി ചാടി എണീറ്റു, രൗദ്രഭാവത്തിലേക്ക് മാറി, അല്ലെങ്കിൽ ചോര ഞരമ്പുകളിൽ തിളച്ചു കയറി, കൈവിരൽ ചൂണ്ടിയിട്ട് അതങ്ങോട്ട് താനിടാൻ പോലും കഴിയാത്ത വിധത്തിൽ കോപാകുലനായി. Because I did the honors yesterday there in the other house in English, now he needs to be reminded in the form of being taught some lessons. ഇത്തവണ നീ വീണ കുഴിയിൽ നിന്ന് നിന്നെ കരപറ്റിക്കാൻ പാലക്കടവത്തെ പുണ്യം വരുത്ത പുമാന്റെ പൊളിറ്റിക്കൽ പുള്ള് പോരാതെ വരും. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Left, right, left. Listen to you. And I will go after them. അവരുടെ പിന്നാലെ ഉണ്ടാവും ഭരത്ചന്ദ്രൻ. There was no censor pressure on the producers of Empuran. I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. ഒടുവിൽ നിങ്ങളും ഞാനും എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവസാനം വരെ മോഹിച്ച് നിരാശപ്പെട്ടു പോകുന്ന ജനങ്ങളും വിഡ്ഢികൾ. I will tell Mr. Britas with due respect. പഴത്തങ്ങാടി ചന്തയെന്ന് തലമുറയായി പഠിച്ച തലവടിയും തന്തയ്ക്ക് പ്രകാശിക്കുകയും മതിയാവാതെ വരും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. Just remember that. Remember that. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി, അവരുടെ കൊലപാതക രാഷ്ട്രീയം. എത്രയൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചാലും കൊള്ളി വെച്ചാലും കൊന്നാലും തുറങ്കിലേക്കോ തൂക്കുമരത്തിലേക്കോ അയച്ചിട്ടില്ല ഒരൊറ്റ നേതാവിനെ പോലും ഈ സ്വതന്ത്ര സുന്ദര ഭാരതം. ഇവിടുത്തെ നിയമങ്ങൾ മുനമ്പത്ത് 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇസ്ലാമിലെ ഇല്ലായ്മക്കാരന്റെ അവശതയും അവകാശങ്ങളും അഭിമാനവും വരെ മുന്നണികൾക്കും ഭരണക്കാർക്കും തീരെഴുതി കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ അധികാരവും മന്ത്രി കസേരയും അഴിമതിയും. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന്റെ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. ഹിന്ദുവിനും മുസ്ലിമിനും ഇന്നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പഠിപ്പിക്കാൻ നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുതല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്.